നിറവിലേക്ക് സ്വാഗതം. ഈ പുതിയ എപ്പിസോഡിൽ പുതിയ ചിന്തകളും പുതിയ പാട്ടുകളും പുതിയ വീഡിയോസുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടും സമയം കളയണ്ട, നമുക്ക് എലിസബത്തിൻ്റെ മനോഹരമായ വാഴ്ത്തിടുന്നു ഞാൻ എന്ന ഗാനത്തോടെ ആരംഭിക്കാം. വാഴ്ത്തിടുന്നു
സഞ്ചരിക്കുന്ന വഴികൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ എലിസബത്ത് നമുക്കൊരു മാതൃകയാണ്. തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഫാദർ സിറിയക് കോട്ടയിലാണ്. വിഷയം പരാതികളെക്കുറിച്ചാണ്. പരാതികൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. നാം എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും പരാതിക്കാർ. നമ്മുടെ കുടുംബങ്ങളിൽ പരാതിക്കാരുടെ എണ്ണം കൂടുന്നില്ലേ? നമ്മുടെ സമൂഹത്തിൽ പരാതിക്കാരുടെ എണ്ണം കൂടുന്നില്ലേ? വിവിധ വർഷങ്ങളിൽ ഭരണത്തിലെത്തുന്ന ഭരണാധിപന്മാരുടെ മുൻപാകെ പരാതിക്കാരുടെ നീണ്ട നിരയാണ്. കോടതികളിൽ മാത്രമല്ല, നാട്ടിലെവിടെയും വീട്ടിലെവിടെയും പരാതിക്കാരാണ്. വിവിധ പ്രായത്തിലുള്ള ആളുകൾക്ക് പരാതികളുണ്ട്. കുട്ടികൾക്ക് മാതാപിതാക്കളോട് പരാതി, മാതാപിതാക്കൾക്കോ മക്കളെക്കുറിച്ച് പരാതി, ചേട്ടന് അനുജനെ കുറിച്ച്, ചേടത്തിക്ക് അനുജത്തിയെക്കുറിച്ച് ഒക്കെ പരാതി. ആർക്കും പരാതി കേൾക്കാൻ ഇഷ്ടമില്ല, പരിഭവം കേൾക്കാൻ ഇഷ്ടമില്ല. ചിലരൊക്കെ പരാതി പറയുകയല്ല, ഉള്ളിൽ തന്നെ പരിഭവം പറഞ്ഞ് പരാതി പറഞ്ഞ് നിരാശയോടെ മുമ്പോട്ട് പോവുകയാണ്. തനിക്കുള്ളതിനേക്കാൾ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നതാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെ ഒരു ദിവസം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ഇല്ലാത്തതിനേക്കാൾ ഉള്ളതല്ലേ കൂടുതൽ. പരിഭവവും പരാതിയുമായിട്ട് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, അവര് തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് തന്നെ ഒന്ന് ധ്യാനിച്ചാൽ മതി. ദൈവം നൽകിയ, മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അവൻ്റെ ശരീരം തന്നെയല്ലേ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, ശാരീരിക അവയവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ? പരാതി കൂടുമ്പോൾ ഈ ധ്യാനം നല്ലതാണ്. നമ്മുടെ ഈ ആരോഗ്യമുള്ള ശരീരം നാം ജനിക്കുന്നതിന് മുൻപ് ബുക്ക് ചെയ്ത് വന്നതാണോ? അങ്ങനെ ആരെങ്കിലും സ്വന്തം ശരീരം ബുക്ക് ചെയ്ത് വന്നവരാണോ? അല്ല. ഈ ശരീരം തന്നെ ദൈവത്തിൻ്റെ ദാനമല്ലേ പ്രിയ സഹോദരങ്ങളെ? നമ്മുടെ ശരീരത്തിൽ ഓടുന്ന ആ രക്തം, നാം ശ്വസിക്കുന്ന ഓക്സിജൻ ഒക്കെ ദൈവത്തിൻ്റെ ദാനമല്ലേ? നമുക്ക് ദൈവം വരദാനമായി നൽകിയതല്ലേ? ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ ശരീരം ദൈവം ദാനമായി നൽകിയപ്പോൾ പല ആന്തരിക ബാഹ്യ അവയവങ്ങളും രണ്ടു വെച്ചാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ കൈകൾ ആകാം രണ്ടുണ്ട്, കാലുകൾ രണ്ടുണ്ട്, കണ്ണുകൾ രണ്ടുണ്ട്, ചെവികൾ രണ്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ പലതും രണ്ടാണ്. പക്ഷേ ഒറ്റക്കൈയുള്ളവരുണ്ട്, രണ്ട് കൈകളും ഇല്ലാത്തവരുണ്ട്, ഒറ്റ കാലുകൊണ്ട് നടക്കുന്നവരുണ്ട്, ഒറ്റ കണ്ണുകൊണ്ട് കാണുന്നവരുണ്ട്, രണ്ട് കണ്ണും ഇല്ലാത്തവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കണ്ണ് മതി. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ജീവിക്കാൻ ഈ രണ്ടുള്ളത് ഒന്ന് മതി. ഒന്നുമില്ലാത്തവരും ജീവിക്കുമ്പോൾ ഒന്നുകൊണ്ട് ജീവിക്കാമല്ലോ. പക്ഷേ ദൈവം എനിക്കും നിനക്കും ശരീരം തന്നപ്പോൾ ഓരോ അവയവത്തിൻ്റെ സ്പെയർ പാർട്ടും കൂടെ തന്നാ വിട്ട്. ചിലപ്പോൾ അതിന് ഉപയോഗം വരികയില്ല, പക്ഷെ സ്പെയർ പാർട്ടും കൂടെ തന്നു വിട്ടു എന്ന് പറഞ്ഞാൽ
എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ അനാഥനായി തെണ്ടിത്തിരിയേണ്ട അവസ്ഥ വരരുത്. പലപ്പോഴും മനുഷ്യരുടെ തന്നെ അശ്രദ്ധ കൊണ്ടാ പലർക്കും ദൈവം കൊടുത്ത അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ കുറിച്ച് പരാതി ഉണ്ടാകുമ്പോൾ ഈ ശരീരധ്യാനം നല്ലതാ. ഈ യോഗാഭ്യസന മുറയോട് ചേർന്ന് ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. അത് ക്രിസ്തീയമായി രൂപപ്പെട്ട ഒരു പ്രാർത്ഥനാ രീതിയാണ്. അതായത് തലയിലേക്ക് ശ്വാസം എടുത്ത് നിറയ്ക്കുമ്പോൾ ഈ ശിരസ് തന്ന ഈശ്വരന് നന്ദി പറയുന്നു. ആന്തരിക അവയവങ്ങളിലേക്ക് ശ്വാസം നിറയ്ക്കുമ്പോൾ ഈ ആന്തരിക അവയവങ്ങൾ തന്ന ഈശ്വരന് നന്ദി പറയുന്നു. കൈകളിലേക്കും കാലുകളിലേക്കും ഞരമ്പുകളിലേക്കും ഈ ശ്വാസം നിറയ്ക്കുമ്പോൾ ഇവയോരോന്നും നൽകിയ ഈശ്വരന് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ പരാതി അവസാനിപ്പിക്കാനുള്ള നല്ലൊരു പോംവഴി നമുക്ക് ഉള്ളതൊക്കെ തന്ന ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. പലരും പരിഭവവും പരാതിയായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം നൽകിയത് കണ്ണു തുറന്ന് കണ്ട് അതിന് നന്ദി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് സംതൃപ്തമായ ജീവിതമെന്ന് പറയുന്നത് പരാതിയില്ലാത്ത ജീവിതമാണ്. നമ്മുടെ പരാതി നമ്മുടെ ബന്ധത്തിലുള്ളവരെ കുറിച്ചാവാം, നമുക്കുള്ളതിനെ കുറിച്ചാവാം, ഇല്ലാത്തതിനെ കുറിച്ചാവാം, കിട്ടിയതിനെ കുറിച്ചാവാം, കിട്ടാത്തതിനെ കുറിച്ചാവാം, എന്തും ആവട്ടെ. ഈ പരാതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു മനോഭാവമാണ്, ഒരു അതൃപ്തിയുടെ, അസംതൃപ്തിയുടെ മനോഭാവം. അങ്ങനെയുള്ളവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, കിട്ടിയത് പോരാ, ഉള്ളത് പോരാ, ഇത്തിരിയും കൂടെ വേണം എന്ന് ചിന്തിക്കുന്ന ആളുകള്. എപ്പോൾ ആർക്കാ സംതൃപ്തി ഉണ്ടാവുന്നത്? 100 കിട്ടിയവന് 1000 കൂടെ കിട്ടണമെന്ന്, 1000 കിട്ടിയവന് 10000 കിട്ടണമെന്നാണ്. ഞാൻ പരിചയപ്പെട്ട ഒരു കുടുംബനാഥൻ, അദ്ദേഹം കേരളത്തിന് പുറത്ത് ഏക്കറുകൾ വാങ്ങിച്ച ആളാണ്. അദ്ദേഹം ഗവൺമെൻറ് ജോലിയിലായിരുന്നു. 60 വയസ്സിൽ റിട്ടയർ ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനാണ്. എന്നാൽ ഉള്ള പൈസ കൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ നിക്ഷേപിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്ഥലം വാങ്ങിച്ചതാണ്. ഞാനൊരിക്കലും ഒരാളെ സഹായിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ മൈസൂരിൽ കുറേ സ്ഥലം വാങ്ങിച്ചു, അവിടെ കൃഷി ഇറക്കാൻ ഒരു 50 ലക്ഷം രൂപയെങ്കിലും വേണം, അതുകൊണ്ട് ഒന്നും തികയുന്നില്ല. നോക്കിക്കേ, ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം പിന്നെയും കിട്ടണം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഇല്ല 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 എന്ന് പറഞ്ഞു നടക്കാതെ ഉണ്ട് 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 എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട്, അതിന് നല്ല അടയാളം എൻ്റെ ഈ ആരോഗ്യമുള്ള ശരീരം, എൻ്റെ ആരോഗ്യമുള്ള ഈ ശാരീരിക അവയവങ്ങൾ. ഞാൻ ഓർക്കുന്നത് ഒരു കഥയാണ്, ഒരു കൃഷിക്കാരൻ്റെ കഥ. ഈ കൃഷിക്കാരന് മക്കൾ 2 ഒരാണും ഒരു പെണ്ണും. ഏറെ അധ്വാനിച്ചാണ് ഈ കൃഷിക്കാരൻ തൻ്റെ കുടുംബം പോറ്റുന്നത്. പെങ്കൊച്ച് വീടിനോട് ചേർന്ന് ആ അല്ലലൊക്കെ മനസ്സിലാക്കി പോകുന്ന ആളാണ്. പക്ഷേ മൂത്ത ആൺകുട്ടി അവന് എപ്പോഴും വേണമെന്ന് ചിന്തിക്കുന്നവനാണ്. വീട്ടിലെ വിഷമതകൾ അവൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അവന് തൻ്റെ കൂട്ടത്തിലുള്ള പലരെയും പോലെ പലതും വേണമെന്ന ചിന്തയാ. അങ്ങനെ ഈ അപ്പനും അമ്മയ്ക്കും കിട്ടുന്നതിൽ നല്ല പങ്കും ഇവന് പലതും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാ ചെലവഴിക്കേണ്ടി വരുന്നത്. അവസാനം ഈ കുടുംബനാഥൻ മടുത്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ പരാതിയോട് പരാതിയാ. അവസാനത്തെ അവന്റെ പരാതി എന്താണെന്നറിയാമോ? എൻ്റെ കൂട്ടുകാർക്കുള്ളതുപോലെ നല്ല ഒരു ഷൂ എനിക്കില്ല. നേരാണല്ലോ, ഈ 15 വയസ്സുകാരന് നല്ല ഷൂ വേണ്ടേ? സ്കൂളിൽ പോകാനും പുറത്തു പോകാനും ഒക്കെ ഷൂ വേണ്ടതാ. ഈ അപ്പൻ ഇവനത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ പോലും തൻ്റെ ഈ മകൻ ഇങ്ങനെ പോയാൽ ശരിയല്ല എന്ന് വിചാരിച്ചത് കൊണ്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു.
അതുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം, ഈ കുടുംബനാഥയോടും ഈ മകനോടും തൻ്റെ മകളോടും പറഞ്ഞു, നമുക്കൊരു യാത്ര പോകാം. അങ്ങനെ അവർ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. അത്യാവശ്യം അവർ പാർക്കിലൊക്കെ പോയി, ബീച്ചിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ മക്കളോട് പറഞ്ഞു, നമുക്കൊരു സ്ഥാപനം വരെ പോകാം. അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് അവർ ചെല്ലുകയാണ്. ഏതാ സ്ഥാപനം? ശാരീരികമായി വൈകല്യമുള്ള കുട്ടികളെ താമസിപ്പിക്കുന്ന സ്ഥാപനമാണ്. നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ തുടങ്ങിയ സ്ഥാപനമാണ്. ആ സിസ്റ്റർ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി, പുണ്യവതിയായ സിസ്റ്റർ. ആ സ്ഥാപനത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ വൈകല്യമുള്ള കുട്ടികളെയൊക്കെ ഈ അപ്പനും അമ്മയും മക്കളും കൂടെ കാണാൻ തുടങ്ങി. പോകുന്ന വഴിക്കൊക്കെ ഈ പയ്യന്റെ കണ്ണ് നിറഞ്ഞു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവൻ അവിടെ നിന്നു. കാരണം എന്നാണെന്നറിയാമോ? അവിടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് കാൽപാദമില്ല. പിന്നെ നിർബന്ധിച്ചാണ് ഇവനെ ഈ അപ്പൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അന്ന് ആ പയ്യൻ ഒരു പാഠം പഠിച്ചു. എന്താ? തൻ്റെ പരാതി നല്ല ഷൂ ഇല്ല എന്നതാ. പക്ഷേ ഇതാ ഇവിടെ പാദമില്ലാത്ത, കാൽപാദമില്ലാത്ത ആള്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കില്ലാത്തതിനെ കുറിച്ച് നാം പരാതി പറയുമ്പോൾ നാം നമ്മളെക്കാൾ ഉള്ളവരിലേക്ക് നോക്കരുത്, നമ്മളെക്കാൾ ഇല്ലാത്തവരിലേക്ക് നോക്കണം. നിനക്കൊരു മാസം 15,000 20,000 കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപ പോലും ഒരു ദിവസം കിട്ടാത്ത ആളുകൾ ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഉള്ളതിനെ കുറിച്ച് നന്ദിയുള്ളവനാകണം. അതിന് മറ്റൊന്നും ചെയ്യണ്ട. നിന്റെ ശരീരത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നിന്റെ ശാരീരിക അവയവങ്ങളെ കുറിച്ച് ധ്യാനിക്കുക. ദൈവം തന്ന ദാനങ്ങളെ കുറിച്ച് ഓർത്ത് നിരന്തരം നന്ദി പറയുക. തീർച്ചയായും ദൈവം സഹായിക്കും. നമ്മുടെ ജീവിതം ആനന്ദകരമാകും. ഇന്ന് നല്ലൊരു മെസ്സേജ് തന്ന സിറിയക്കോട്ടയിൽ അച്ഛനെ നന്ദിയോടെ ഓർക്കാം. അടുത്തതായി പോസിറ്റീവ് വൈബ്സ്. നിശ്ചേഷി ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ചിത്രശലഭത്തിൻ്റെ വീഡിയോയാണ്. എന്താണ് ചിത്രശലഭത്തിന് നമ്മളോട് പറയാനുള്ളത്? പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മനോഹരമായൊരു വീഡിയോ കാണാം. ഒരു പുഴുവിൽ നിന്നും ശലഭത്തിലേക്കുള്ള രൂപാന്തരീകരണത്തിനിടയിൽ പുഴു കടന്നു പോകുന്ന വിവിധ അവസ്ഥകളെ അതെങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? നിസ്സഹായമായി ഇഴഞ്ഞു നീങ്ങുന്ന തൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് ആ പുഴു നിരാശപ്പെട്ടിട്ടുണ്ടാകുമോ? ഈ അവസ്ഥയിൽ നിന്ന് തനിക്കൊരിക്കലും മോചനമുണ്ടാവില്ല എന്ന് കരുതിയിട്ടുണ്ടാകുമോ? അതോ ഇഴഞ്ഞു നീങ്ങുമ്പോഴും നാളെ പറന്നുയരാനുള്ള ഒരു നീലാകാശത്തെക്കുറിച്ച് ആ പുഴു സ്വപ്നം കണ്ടിട്ടുണ്ടാകുമോ? ഒരു കൊക്കൂണിനുള്ളിൽ പുറം ലോകവുമായി മുഴുവൻ ബന്ധം വിച്ഛേദിച്ച് ഇരുളിൽ
ഒതുങ്ങിയിരിക്കുമ്പോഴും ആ പുഴുവിൻ്റെ മനസ്സിൽ തൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് ദുഃഖവും നിരാശയുമായിരിക്കുമോ? ഇനി ഒരു പ്രകാശം താൻ കാണില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമോ? അതോ നാളെ മുളയ്ക്കാൻ പോകുന്ന വർണ്ണച്ചിറകുകളെക്കുറിച്ചും പൂമ്പൊടിയും ഒരുക്കി കാത്തിരിക്കുന്ന പൂക്കളുടെ വർണ്ണശബളമായൊരു ലോകത്തെക്കുറിച്ചും അത് സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പലപ്പോഴും നമ്മൾ ജീവിതത്തിലെ പല അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റം വരില്ല എന്ന് കരുതി നിരാശപ്പെടാറുണ്ട്. എന്നാൽ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു ചിത്രശലഭത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു അവസ്ഥയും സ്ഥിരമല്ല എന്നുള്ളതാണ്. ജീവനുള്ളതാണെങ്കിൽ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ജീവിതാവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിലും, എത്ര ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന് നമുക്ക് തോന്നുന്നതാണെങ്കിലും ഈ ജീവിതാവസ്ഥയും മാറുക തന്നെ ചെയ്യും. മാത്രമല്ല, ആ മാറ്റത്തിന് ശേഷം കൂടുതൽ മനോഹരമായ ഒരു രൂപാന്തരീകരണം, ഒരു പൂർണ്ണത കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, മാറ്റങ്ങളെ പലപ്പോഴും ഭയത്തോടെ കാണുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ ചില കംഫർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാറ്റങ്ങൾ എപ്പോഴും നെഗറ്റീവായ ഒന്നല്ല എന്നും, മറിച്ച് അത് ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണെന്നും മനസ്സിലാക്കുമ്പോൾ, അത് വളർച്ചയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാകുമ്പോൾ മാറ്റത്തെ ഭയപ്പെടാതെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കും. പൂർണ്ണതയിലേക്കുള്ള വളർച്ച എല്ലാ സൃഷ്ടികളുടെയും ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരാകേണ്ടതും മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ടതും ആവശ്യമാണ്. ഇതാണ് ഇന്ന് കണ്ട വീഡിയോയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു മനോഹരമായ സന്ദേശം. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ കണ്ട കാഴ്ചകളും കേട്ട വാക്കുകളും ആസ്വദിച്ച ഗാനവും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പാതയിലെ കുറുക്കുവഴികൾ മാത്രമാണ്. ദൈവമാണ് ലക്ഷ്യം, അതുമാത്രമാണ് ലക്ഷ്യം. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോൺ ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605 818881.